പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തുന്നു. ഈ മാസം 23-ാം തീയതിയാണ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെത്തുന്ന. BJP കോർപ്പറേഷൻ പിടിച്ചതിന് ശേഷമുള്ള ഒരു വലിയ പൊതുയോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. അതുപോലെ തന്നെ റെയിൽവേയുടെ മറ്റൊരു പരിപാടിയിലും പങ്കെടുക്കും. എന്നാൽ ആദ്യം നിശ്ചയിച്ചിരുന്നത് കേന്ദ്ര ഏജൻസികൾ, അതായത് സുരക്ഷാ ഏജൻസികളെല്ലാം തന്നെ പറഞ്ഞിരുന്നത്, ആവശ്യപ്പെട്ടിരുന്നത് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയം, സെക്രട്ടേറിയറ്റിൻ്റെ പിൻഭാഗത്തുള്ള ആ വലിയ സ്റ്റേഡിയം ഉണ്ടല്ലോ, ആ സ്റ്റേഡിയമാണ് പ്രധാനമന്ത്രിക്കായി ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ റിപ്പബ്ലിക് ഡേ നടക്കുന്നത് കൊണ്ട് സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സർക്കാർ പറയുകയാണ്, ഇവിടെ പ്രശ്നങ്ങളുണ്ട്, സുരക്ഷാ പ്രശ്നമുണ്ട്, അതുകൊണ്ട് വരാൻ കഴിയില്ല, അതിൻ്റെ സുരക്ഷാ നടപടികളൊക്കെ സ്വീകരിച്ചിരിക്കുകയാണെന്ന്. പ്രധാനമന്ത്രി വരുമ്പോൾ ഒരു സ്റ്റേഡിയത്തിൻ്റെ സുരക്ഷാ കാര്യങ്ങൾ വർദ്ധിക്കുകയല്ലേ ചെയ്യുന്നത്? ആ വർധനവ്, ആ പ്രോട്ടോകോൾ കഴിയുമ്പോഴത്തേക്കും കൂടുതൽ അവിടെ ശ്രദ്ധ വന്നിരിക്കുകയില്ലേ? അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവുമോ? അത് കഴിഞ്ഞിട്ട് കേരള പോലീസിൻ്റെ നേതൃത്വത്തിൽ വീണ്ടും അവിടെ പരിശോധനകളൊക്കെ നടത്തി അവിടെ ഒരു വലിയ പരിപാടി, അതായത് റിപ്പബ്ലിക് ഡേയുടെ ഒരുക്കം നടത്തിയാൽ എന്താണ് കുഴപ്പം? അതുപോലെ തന്നെ റെയിൽവേ ആവശ്യപ്പെട്ടത് തങ്ങൾക്ക് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം തരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരിപാടി അവിടെ വെച്ച് സംഘടിപ്പിക്കാനായിട്ട് കാര്യവട്ടത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വലിയ സ്റ്റേഡിയമാണ്, ആ സ്റ്റേഡിയം തരണമെന്ന് പറഞ്ഞു. അതും സർക്കാർ കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ രണ്ട് സ്റ്റേഡിയങ്ങളും കൊടുക്കാതെയാണ് സർക്കാർ നിലപാടെടുത്തത് എന്നുള്ളതാണ്. അപ്പോൾ സർക്കാർ ഇങ്ങനെ ഒരു നിലപാടെടുത്തു. അതിനെതിരെ രൂക്ഷ വിമർശനവുമായി BJP രംഗത്തെത്തി. ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൽ അതിനെപ്പറ്റിയൊരു വാർത്തയുണ്ട്. അതായത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു, നരേന്ദ്രമോദിയുടെ കേരളത്തിലെ സന്ദർശനത്തിൽ വലിയ കൺഫ്യൂഷനുണ്ട്, വലിയ ആശയക്കുഴപ്പമുണ്ട് എന്ന് പത്രത്തിൽ ഇന്ത്യൻ എക്സ്പ്രസിൽ റിപ്പോർട്ട് വന്നിരിക്കുന്നു എന്നാണ്. അതായത് കേന്ദ്ര ഏജൻസികൾ ആവശ്യപ്പെടുന്നത് എങ്ങനെയാണ്, അവരുടെ കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ വെച്ച് എങ്ങനെയാണ് ഒരു സ്ഥലത്ത് അതിൻ്റെ സുരക്ഷയുള്ളത്, എങ്ങനെയാണ് ട്രാഫിക്കിൻ്റെ കാര്യങ്ങൾ, വന്നു പോകാനുള്ള സൗകര്യം, ഇതെല്ലാം വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഭരണസ്ഥിരാ കേന്ദ്രത്തിന് തൊട്ടടുത്തുള്ള സ്റ്റേഡിയം വലിയ സ്റ്റേഡിയമാണ്, അവിടെ വെച്ചൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ആവശ്യപ്പെടുമ്പോൾ അത് കഴിയില്ല എന്ന്, അത് അനുവദിക്കാൻ കഴിയില്ല എന്ന് സർക്കാർ എങ്ങനെയാണ് പറയാൻ കഴിയുക? അതും രാജ്യത്തെ പ്രധാനമന്ത്രിയോട്. അതായത് ഇവിടെയുള്ള സർക്കാരിൻ്റെ കണ്ണുകടിയാണ് ഇതിൻ്റെ പിന്നിലെന്ന് നിസ്സംശയം പറയാം. അതായത് സർക്കാരുമായിട്ട് യാതൊരു തരത്തിലുള്ള കൊമ്പുകോർക്കലിന് നിൽക്കാതെ, വിവാദങ്ങൾക്ക് നിൽക്കാതെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ VV രാജേഷിൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്നത്. അത് കൃത്യമായ അജണ്ടകളിലൂടെ, കൃത്യമായ വികസന താല്പര്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ എന്തെങ്കിലുമൊക്കെ തടയിടാൻ കഴിയുമോ എന്നാണ് ഇവിടുത്തെ സർക്കാർ നോക്കുന്നത്. ആ സർക്കാരിന് പ്രത്യേകിച്ച് നിലപാടൊന്നുമില്ല, ഒറ്റ നിലപാടേ ഉള്ളൂ, അത് രാഷ്ട്രീയ ശത്രുത മാത്രമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ അസാധ്യമായ ഒരു സ്ഥലമായിരുന്നു. ആ അസാധ്യമായ സ്ഥലം പോലും ഞങ്ങളുടെ കരുത്തിൽ ഞങ്ങളത് നേടി, BJP വിജയം സാധ്യമാക്കി. ഇത് പറയുന്നത് ആരെന്നറിയാമോ? നമ്മുടെ പ്രധാനമന്ത്രിയാണ്. പറഞ്ഞത് എവിടെയാണ്? അങ്ങ് പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാളിൽ പ്രസംഗിക്കവേ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ ഉദ്ഘാടനത്തിന് ശേഷം അദ്ദേഹം പറയുകയാണ്, ബംഗാളും പിടിക്കാനാകും. കൃത്യമായിട്ടുള്ള നീക്കമാണ് BJP നടത്തുന്നത്. പൊതുയോഗത്തിൽ അദ്ദേഹം പശ്ചിമ ബംഗാളിൽ പ്രസംഗിക്കുകയാണ്. ഇന്നായിരുന്നു നമ്മുടെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ ഉദ്ഘാടനവും. അപ്പോൾ കൃത്യമായ അജണ്ടയോടുകൂടി, കൃത്യമായ നിലപാടോടുകൂടി, കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി ജനങ്ങളെ ഈ പറയുന്ന സത്യസന്ധമായ നിലപാട് അറിയിക്കുമ്പോൾ അവർ ഇരുകൈയും നീട്ടി സ്വീകരിക്കും. അത് തിരുവനന്തപുരത്ത് കണ്ടു. അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയ തിരുവനന്തപുരം കോർപ്പറേഷൻ, ധാർഷ്ട്യത്തിൻ്റെ ഒരു മേയർ ഭരിച്ചിരുന്ന കോർപ്പറേഷൻ, ആ കോർപ്പറേഷനിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് ജനങ്ങളുടെ ജനകീയ ഭരണത്തിലേക്ക് ഒരു മേയറുടെ നേതൃത്വത്തിൽ, VV രാജേഷ് എന്ന ബഹുമാനപ്പെട്ട മേയറുടെ നേതൃത്വത്തിൽ ഒരു ഭരണസമിതി വന്നിരിക്കുന്നു. അത് ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. ആ സ്വീകാര്യതയാണ് ഇല്ലാതാക്കാൻ, ഏതെങ്കിലും തരത്തിൽ കളങ്കപ്പെടുത്താൻ, ഒന്ന് മോശപ്പെടുത്താൻ, ഒരു തടയിട്ട് നോക്കാൻ ഈ പറയുന്ന സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. അപ്പോൾ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം കൊടുത്തില്ല, അത് റെയിൽവേയുടെ പരിപാടിക്കാണ്. സെൻട്രൽ സ്റ്റേഡിയവും കൊടുത്തില്ല. അങ്ങനെ കോർപ്പറേഷൻ്റെ കീഴിലുള്ള പുത്തരിക്കണ്ട മൈതാനത്തേക്ക് പ്രധാനമന്ത്രി വരുമ്പോഴുള്ള പൊതുയോഗം മാറ്റിയിരിക്കുന്നു. ഇത് ഈ സർക്കാരിൻ്റെ നയമാണോ എന്ന് ആലോചിച്ച് നോക്കൂ. പശ്ചിമ ബംഗാളിലേക്ക് മോദിയെ കയറ്റില്ല എന്ന് മമത മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പശ്ചിമ ബംഗാൾ വേറെ രാജ്യത്തല്ല, ഇന്ത്യക്കകത്താണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് വരുന്നത്. RSSൻ്റെ പഥസഞ്ചലനത്തിന് തമിഴ്നാട്ടിൽ അനുമതി നിഷേധിച്ചില്ലേ സ്റ്റാലിൻ? സംഘത്തിൻ്റെ പരിപാടിയോട് ആ സമീപനം സ്വീകരിച്ചില്ലേ സ്റ്റാലിൻ? ഇത് ഇന്ത്യയാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ അവർക്ക് പിന്നീട് കിട്ടി. സംഘം ഒരു കാര്യം തീരുമാനിച്ചാൽ അത് കൃത്യമായി നടപ്പിലാക്കി എടുത്തിരിക്കും എന്നുള്ളത് പിന്നീട് അവർക്കെല്ലാം ബോധ്യപ്പെടുകയുണ്ടായി. ഈ നിലപാടുകൾ എന്തുകൊണ്ടാണ് ഇവരെടുക്കുന്നത്? നേരെ മറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. വിദേശയാത്രയ്ക്ക് മുഖ്യമന്ത്രിക്ക് അനുമതി, അതായത് രാജ്യ താല്പര്യപ്രകാരം ഇവർ പോകുന്ന രാജ്യവുമായിട്ടുള്ള നമ്മുടെ എന്തെങ്കിലും പ്രശ്നപ്രകാരം അനുമതി നിഷേധിച്ചാൽ, ഇവരുടെ നേതാക്കൾക്കുള്ള അനുമതി നിഷേധിച്ചാൽ എന്താണ് ചെയ്യുക? ഇവർ പറയും സഞ്ചാര സ്വാതന്ത്ര്യം, ജനാധിപത്യം അട്ടിമറിച്ചു,
ഫാസിസ്റ്റ് സമീപനം, ഇതൊക്കെയല്ലേ ഈ പറയുന്ന അന്തം കമ്മികൾ വിളിച്ചു കൂവുന്നത്, പിണറായി വിജയന്റെ കിങ്കരന്മാർ വിളിച്ചു പറയുന്നത്. ആ പറയുന്ന നയം അവർക്ക് അവരുടെ കാര്യത്തിൽ മാത്രമാണ്. അവർ ഈ പറയുന്ന ഫാസിസത്തിന്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്നവരാണ്. അത് BJP അല്ല, നരേന്ദ്രമോദിയല്ല, കമ്മ്യൂണിസ്റ്റുകളാണ് ഫാസിസ്റ്റുകൾ. അവരാണ് അസഹിഷ്ണുത എന്ന്, അവർക്കെതിരെയാണ് അസഹിഷ്ണുത എന്ന ആ വാക്ക് പോലും ആദ്യം ഉപയോഗിച്ചത് സോവിയറ്റ് യൂണിയനെതിരെയാണ്. അപ്പോൾ ആ നിലപാടുള്ളവരാണ് കമ്മ്യൂണിസ്റ്റുകൾ. കമ്മ്യൂണിസ്റ്റുകൾ ഇത്തരത്തിൽ നിരന്തരമായ ശത്രുത, വൈരാഗ്യമൊക്കെ പുലർത്തുന്ന ജന്തുക്കളാണ്. അവരുടെ പ്രത്യേകത അതാണ്. അത്തരത്തിലാണ് അവർ നിലപാടുകൾ സ്വീകരിക്കുന്നത്. അപ്പോൾ അവരിൽ നിന്ന് ഇതൊക്കെ പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. IFFKയിൽ രാജ്യ താല്പര്യം മുൻനിർത്തി ഈ പറയുന്ന സിനിമകൾ പ്രദർശിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഇന്ത്യയുടെ വിദേശ നയത്തെ ബാധിക്കുന്ന ഒരു നടപടി ഇന്ത്യക്കകത്ത് നടത്താൻ കഴിയുമോ? അത് ഇവിടുത്തെ അന്തം കമ്മികൾക്ക് ബോധ്യപ്പെട്ടില്ല. പക്ഷേ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിട്ടുള്ള റസൂൽ പൂക്കുട്ടിക്ക് മനസ്സിലായ വിവരവും വിദ്യാഭ്യാസം ഉള്ളതിൻ്റെ പ്രത്യേകതയായിരുന്നു. എന്നിട്ട് ഇവരെന്താ പറയുന്നത്? കമ്മ്യൂണിസ്റ്റുകാരെന്താ പറയുന്നത്? അഭിപ്രായ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം. ശിവലിംഗം ലോട്ടറിയിൽ അടിച്ചു വയ്ക്കും, അതിലേക്ക് ആർത്തവ രക്തം വീഴുന്നതായിട്ട് വരച്ചും വയ്ക്കും. ഇതാണ് അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം. അല്ലാതെ അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടോ പുരോഗതിക്കോ അല്ല. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്ത് വന്ന് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ സംസ്ഥാന സർക്കാർ എടുത്ത നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. നരേന്ദ്രമോദിക്ക് ഒരു സ്റ്റേഡിയം പ്രസംഗിക്കാനായിട്ടുള്ള സ്റ്റേഡിയം അനുവദിക്കില്ല, സുരക്ഷാ ഏജൻസികൾ ആവശ്യപ്പെട്ട സ്റ്റേഡിയം അനുവദിക്കില്ല. നമ്മുടെ മലയാള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതിനെ പറ്റിയിട്ട്. പക്ഷേ ഒരു ഇംഗ്ലീഷ് പത്രം ഇന്ത്യൻ എക്സ്പ്രസ് കൃത്യമായിട്ട് വാർത്ത കൊടുത്തിരിക്കുന്നു. ഇതാണ് ഇവരുടെ നിലപാട്, കമ്മ്യൂണിസ്റ്റുകളുടെ നിലപാട്. രാജ്യ താല്പര്യമോ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോ ഒന്നും അല്ല ഇവർക്ക് പ്രധാനം. ഇവർക്ക് പ്രധാനം ഇന്ത്യ വിരുദ്ധതയാണ്. ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഏത് തരത്തിലും അധികാരത്തിൽ മാത്രം കടിച്ചു തൂങ്ങുക, അതിൽ നിന്ന് മുതലെടുപ്പ് നടത്തുക, ജനങ്ങളെ പറ്റിക്കുക എന്നുള്ളതാണ്. അതിനെതിരെയുള്ള ഒരു കരുത്തുറ്റ നീക്കമാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് അതിൻ്റെ വിജയത്തിലേക്ക് എത്തിയപ്പോൾ ഉണ്ടായത്. അതങ്ങോട്ട് ദഹിക്കുന്നില്ല, അതങ്ങോട്ട് സഹിക്കുന്നില്ല. അതാണ് കമ്മ്യൂണിസ്റ്റുകൾക്ക് പറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ പ്രധാനമന്ത്രിയുടെ തിരുവനന്തപുരത്തെ പരിപാടിയെ മുടക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ അതിനെയും കോർപ്പറേഷൻ അതിജീവിച്ചു. ഒരു തരത്തിലുള്ള അസ്വസ്ഥതയും പ്രകടിപ്പിക്കാതെ മേയറും BJPയും ആ കാര്യം കൃത്യമായിട്ടും എവിടേക്ക് നമ്മുടെ പുത്തരിക്കട്ട മൈതാനത്തേക്ക് മാറ്റി. അവർ പ്രശ്നത്തിനോ വിവാദത്തിനോ നിന്നില്ല. ആദ്യമൊരു ഘട്ടത്തിൽ ഒരു പ്രതിഷേധം അറിയിച്ചു എന്നല്ല, അപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള വിവാദത്തിലേക്ക് BJP പോയില്ല. കാരണം BJPയുടെ ലക്ഷ്യം വിവാദം ഉണ്ടാക്കലല്ല, പകരം വികസനം ഉണ്ടാക്കലാണ്. അതുകൊണ്ട് ഈ വൃത്തികെട്ട സംസ്ഥാന സർക്കാരിനോട് വെറുതെ കിടന്ന്, പിണറായി വിജയൻ സർക്കാരിനോട് വെറുതെ കിടന്ന് കൊമ്പ് കോർക്കാൻ നിന്ന് അവരുടെ നാട്ടം നമ്മളിലേക്ക് വരാതിരിക്കാൻ വേണ്ടി അങ്ങനെ കൊമ്പ് കോർക്കാൻ പോകാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് വ്യക്തമായ നിലപാടെടുത്തിരിക്കുന്നത്. ഈ പറയുന്ന വിവാദത്തിൽ നിന്ന് മാറി നിൽക്കുക, പ്രധാനമന്ത്രിയുടെ പരിപാടി അത് മനോഹരമാക്കി നടത്തുക എന്നുള്ളത്, ആ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത്, അതിനു വേണ്ടിയിട്ടുള്ള നീക്കമാണ് BJP നടത്തുന്നത്. ഇത് BJPയുടെ മുന്നേറ്റത്തിൻ്റെ, അതായത് സംസ്ഥാന ഭരണം BJPയുടെ കൈകളിലേക്ക് എത്തുന്നതിൻ്റെ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിൻ്റെ ആദ്യത്തെ തുടക്കമായിരിക്കും എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ആദ്യ തിരികൊളുത്തൽ അമിത്ഷാ വന്ന് ചെയ്തിരിക്കുന്നു. അതിൻ്റെ തുടക്കം കുറിക്കൽ ഇവിടെ 23-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ നടക്കുകയും ചെയ്യും. ആ വിജയത്തിലേക്കുള്ള യാത്രയാണ്. അതിന് തടസ്സം ചെയ്യാനാണ് ഇവിടുത്തെ അന്തംകമ്മികൾ നോക്കിയത്. പക്ഷേ അത് ചീറ്റിപ്പോയി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിന് നിങ്ങൾ നൽകുന്ന പിന്തുണയ്ക്ക് ഏറെ നന്ദി. നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന പിന്തുണയാണ് ഞങ്ങൾക്ക് കരുത്തേകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക, ചാനലിനുള്ളിലേക്ക് പ്രവേശിക്കുക, സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, അതുപോലെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ യഥാസമയം ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഇന്ത്യ ലൈവിൻ്റെ പുണ്യം എന്ന ആധ്യാത്മിക ചാനലുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ആധ്യാത്മിക സംശയങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ ജ്യോതിഷം, വിശ്വാസം, അത് സംബന്ധിച്ചുള്ള വിവരങ്ങളും അതിനകത്ത് ലഭ്യമാകുന്നുണ്ട്. പുണ്യം എന്ന ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.